മോഹൻ വർഗീസ് ഇതിനകത്തൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഉത്തർപ്രദേശ്, അടുത്ത വലിയ സംസ്ഥാനമായ മഹാരാഷ്ട്രം, അതുപോലെ ബംഗാൾ, ബീഹാർ, ഇത് നാലും കൂടെ കൂട്ടുമ്പോൾ തന്നെ 210 സീറ്റുകളായി അല്ലേ? ഇതിലാണ് ഈ അവിടെ ബീഹാറിലും മഹാരാഷ്ട്രയിലും ബീഹാറിൽ വല്ല മാറ്റമുണ്ടാകുമോ, മഹാരാഷ്ട്രയിൽ മാറ്റമുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ മഹാരാഷ്ട്ര NDAയേക്കാൾ ഇപ്പോൾ ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ശ്രീ മോഹൻ വർഗീസ്, അതിൽ ഏറ്റവും ഒടുവിൽ ഈ BJPയുടെ അവിടുത്തെ നേതാക്കൾ പറയുന്നത് 30 സീറ്റുകളിൽ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ഒരു വെല്ലുവിളിയും ഇല്ല എന്നാണ്. അതായത് 48-ൽ 30 സീറ്റുകളിൽ ഒരു വെല്ലുവിളിയുമില്ല, ബാക്കി 18 സീറ്റിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്നു എന്നാണ്. അങ്ങനെ വരുമ്പോൾ ശ്രീ മോഹൻ വർഗീസ്, കഴിഞ്ഞ തവണ 41 സീറ്റുകളാണ് ശിവസേനയും BJPയും ചേർന്ന് പിടിച്ചത്. അപ്പോൾ അവിടെ ഒരു വലിയ ബാക്ക്ഫുട്ടിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരുമെന്ന് BJP തന്നെ സമ്മതിക്കുന്ന ഒരവസ്ഥയല്ലേ ഇത്? ആ 18 സീറ്റുകൾ വളരെ നിർണായകമാണ്. അത് മാത്രമല്ല 30 തന്നെ കിട്ടും എന്നുള്ളത് ഈ ആത്മവിശ്വാസത്തിന് ഏറ്റവും വലിയ രീതിയിലാണല്ലോ പറയുന്നത്. അതിൽ തന്നെ എത്ര സീറ്റുകളിൽ ടൈറ്റ് ഫൈറ്റ് ഉണ്ടായിരിക്കും, അതും ഉണ്ടാകുമല്ലോ. അപ്പോൾ BJP പോലും അത്രയും സീറ്റുകളെ കണക്കാക്കുന്നു എന്നുള്ളതാണല്ലോ മഹാരാഷ്ട്രയിലെ സ്ഥിതി വന്നിരിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ രണ്ട് പക്ഷത്തും മൂന്ന് പാർട്ടികളാണല്ലോ അല്ലേ? ഒരു വശത്ത് കോൺഗ്രസ്, NCPയുടെ ഒരു വിഭാഗം, ശിവസേനയുടെ ഒരു വിഭാഗം. ഇപ്പുറത്താണെങ്കിൽ BJP, ശിവസേനയുടെ ഒരു വിഭാഗം, NCPയുടെ ഒരു വിഭാഗം. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റിന്റെ മൂഡാണോ മഹാരാഷ്ട്ര? ഞാൻ അതിനെ ഒരു ടൈറ്റ് ഫൈറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. 48 സീറ്റുള്ള മഹാരാഷ്ട്ര ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലോക്സഭയിലേക്ക് സംഭാവന ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ രണ്ടു പാർട്ടികളുടെ പിളർപ്പ് എങ്ങനെയാണ് പൊതുജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചത്, ഇത് ഇതുവരെ അസ്വസ്ഥ ചെയ്യപ്പെട്ടിട്ടില്ല. പൊതുവേ ഉള്ളൊരു നിഗമനമെന്ന് പറയുന്നത് പാർട്ടിയുടെ അണികളുടെ നല്ലൊരു പങ്ക് ഉദ്ധവ് താക്കറയോടൊപ്പം ശിവസേനയിലും അതുപോലെ ശരത് പവാറിനോടൊപ്പം NCPയിലും നിൽക്കുന്നു എന്ന ഒരു പൊതു നിരീക്ഷണമുണ്ട്. അതേസമയം കോർപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ലെജിസ്ലേറ്റേഴ്സ്, നേതാക്കൾ, MLAമാർ, MP മാർ, അവരുടെ നല്ല പങ്ക് ഔദ്യോഗിക പക്ഷമായ ഷിൻഡെ വിഭാഗം ശിവസേനയ്ക്കും അതുപോലെ അജിത് പവാർ വിഭാഗം NCPയിലും നിൽക്കുന്നു. അപ്പം ഇങ്ങനെ നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ ജനമാരോടൊപ്പമാണ്? ഇവിടെ 3 കക്ഷികൾ ചേർന്നാണല്ലോ ഇന്ത്യ മുന്നണി. കോൺഗ്രസ് പാർട്ടി, ശരത് പവാറിന്റെ NCP, അതുപോലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന. ഇവിടെ ഈ റീജിയണൽ പാർട്ടീസ്, പ്രത്യേകിച്ചും ശക്തമായ പാർട്ടിയാണ് ശിവസേന. ശിവസേനയ്ക്ക് ബോംബെ മേഖലയിലും മധ്യ മഹാരാഷ്ട്രയിലും മറാത്ത്വാഡ മേഖലയിലും ഒക്കെയുള്ള ശക്തിയെ, കൊങ്കൺ മേഖലയിലും ഉള്ള ശക്തിയെ തുച്ഛീകരിച്ച് കാണാനാവില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ശക്തി ചിതറി നിൽക്കുകയാണ്. NCP ഏതാനും പോക്കറ്റുകളിലേക്ക് ഒതുങ്ങുന്നു, ബാരാമതിക്ക് ചുറ്റുമുള്ള ഏതാനും പോക്കറ്റുകളിലേക്ക്, മറാത്ത്വാഡ മേഖലയിലേക്ക് ഒതുങ്ങുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ താരമെന്ന് പറയുന്ന ഉദ്ധവ് താക്കറെ തന്നെയാണ്. ഉദ്ധവ് താക്കറയുടെ യോഗത്തിനെത്തുന്ന ആളുകൾ ഒരു സൂചനയാണെങ്കിൽ ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ യഥാർത്ഥത്തിൽ മോരും മുതിരയും പോലെയുള്ള കക്ഷികളാണ് കോൺഗ്രസും ശിവസേനയും. അവരുടെ ഐഡിയോളജി, പ്രത്യയശാസ്ത്രങ്ങൾ ഒരുമിച്ച് പോവില്ല. അല്ല, അവിടെ ഒരു വിലയിരുത്തലുള്ള ശ്രീ മോഹൻ വർഗീസ്, ഈ സഹതാപ തരംഗം, അതായത് ഈ ശരത് പവാറിനെയും ഉദ്ധവ് താക്കറെയും ചതിച്ചു, ചതിക്കപ്പെട്ടയാളാണ് ശരത് പവാർ, ഷിൻഡെയാൾ ചതിക്കപ്പെട്ടയാളാണ് ഉദ്ധവ് താക്കറെ എന്ന് പറയുമ്പോൾ ഈ സഹതാപ തരംഗം വല്ലാതെ ആഞ്ഞടിക്കുന്നു. ഒപ്പം ഭരണവിരുദ്ധ വികാരവും വലുതാണ് എന്ന് മാത്രം. അതിനകത്ത് അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ദളിത് മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകാറുണ്ട് അല്ലേ? അത് പക്ഷേ ഇത്തവണ സംഭവിക്കുന്നില്ല. അതിൽ ഈ ഒവൈസിയുടെ പാർട്ടിയുടെ കാര്യവും അതെ, പ്രകാശ് അംബേദ്കറുടെ പാർട്ടിയുടെ കാര്യവും അതെ. അങ്ങനെ ആ ഒരു ഭിന്നിച്ചു പോക്ക് അവിടെ ഉണ്ടാവുകയില്ല. അങ്ങനെ B ടീം വർക്ക് ചെയ്യുന്നില്ല, BJPയുടെ ഒരു B ടീം അവിടെ വർക്ക് ചെയ്യുന്നില്ല. ആ രീതിയിലുള്ള ഒരു വിലയിരുത്തൽ കാണുകയുണ്ടായി. അത് ശരിയാണോ? അത് 2019 നിന്ന് വ്യത്യസ്തമാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ? അത് ശരിയാണ്. 2019 യഥാർത്ഥത്തിൽ വോട്ട് കട്ടേഴ്സായിട്ട് അന്നത്തെ UPAക്ക് വോട്ട് കട്ടേഴ്സായി പ്രവർത്തിച്ചത് അസദുദ്ദീൻ ഒവൈസിയുടെ MIM പാർട്ടി ആയിക്കൊള്ളട്ടെ, അതുപോലെ തന്നെ പ്രകാശ് അംബേദ്കറുടെ പാർട്ടി ആയിക്കൊള്ളട്ടെ, അംബേദ്കർ കൊച്ചുമകനാണല്ലോ. ഈ രണ്ട് പാർട്ടികളും പിടിച്ച ദളിത് ആൻഡ് മുസ്ലിം വോട്ടുകൾ സ്വാഭാവികമായി കഴിഞ്ഞ പ്രാവശ്യം UPAക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ്. ഇപ്രാവശ്യം ഈ വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കേണ്ട വോട്ടുകളാണ്. ഇവിടെ ഒരു പ്രാദേശിക അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിലാണ് ചില സീറ്റുകളിൽ മാത്രമേ ഈ പാർട്ടികൾ മത്സരിക്കുന്നുള്ളൂ. പൂർണ്ണമായി വിട്ടു നിൽക്കുന്നില്ല എങ്കിൽ പോലും ഈ പാർട്ടികൾ പിടിക്കുന്ന വോട്ടുകൾ അതീവ നിർണായകമാകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നില്ല. അങ്ങനെ വരുമ്പോൾ നേരത്തെ മഞ്ജു സൂചിപ്പിച്ച സഹതാപത്തിന്റെ തരംഗമെന്നൊന്നും ഞാൻ പറയില്ല. സഹതാപത്തിന്റെ ഒരു ചെറിയ അംശമുണ്ട്. ശരത് പവാർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലേക്കാണ്. അദ്ദേഹം വളരെയധികം സീനിയർ നേതാവാണ്. അദ്ദേഹത്തിന് ഇനിയൊരു അംഗത്തിനുള്ള ബാല്യം ഉണ്ടാവില്ല. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ, ആക്റ്റീവ് രാഷ്ട്രീയ ജീവിതത്തിലെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കും.
അതേസമയം ഉദ്ധവ് താക്കറെക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനിടെ താങ്കൾ എങ്ങനെയാണ് ഒരു വിലയിരുത്തൽ നടത്തുന്നത്? ഈ 48 സീറ്റിൽ അവിടെ മഹാഗഡ്ബന്ധൻ എന്നാണല്ലോ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിനേക്കാളല്ലേ അങ്ങനെ ഇന്ത്യ അതെ അതിൽ എത്ര സീറ്റുകൾ 48-ൽ എത്ര സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്? അതിൽ കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗവും ശരത് പവാറിന്റെ NCPയും കൂടി ചേർന്ന് വരുമ്പോൾ എത്ര സീറ്റുകൾ താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? എന്റെ നിഗമനത്തിൽ BJP തന്നെയാണ് അവിടെ ഭൂരിപക്ഷം സീറ്റുകളും ലഭിക്കാൻ പോകുന്നത്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ 15 മുതൽ 22 സീറ്റ് വരെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. അത് തന്നെ ഒരു വളരെ വലിയ നേട്ടമാണ്. അതായത് കഴിഞ്ഞ തവണ 48-ൽ ശിവസേന, BJP, NCPക്ക് 1 സീറ്റ്, NCPക്ക് 4 സീറ്റ്, കോൺഗ്രസിന് 1 സീറ്റ്. അവിടെ നിന്ന് താങ്കൾ ഈ പറഞ്ഞത് വലിയ മുന്നേറ്റമാണ്. കഴിഞ്ഞ 41 സീറ്റ് കിട്ടിയതിൽ 23 സീറ്റ് BJPക്കും 18 സീറ്റ് ശിവസേനയ്ക്കുമായിരുന്നു. ഇത്തവണ BJPക്ക് 4-ഉം കോൺഗ്രസിന് 1-ഉമായിരുന്നു. BJP വലിയ നേട്ടമുണ്ടാക്കും. BJP മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം 29 തോന്നുന്നു. 29 സീറ്റുകളിൽ BJP, 15 സീറ്റുകളിൽ ഷിൻഡെയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ബാക്കി സീറ്റ് അജിത് പവാറിന്റെ പാർട്ടിക്കും നൽകിയിട്ടുണ്ട് BJP. അങ്ങനെ വരുമ്പോൾ BJPക്ക് കഴിഞ്ഞ തവണത്തെ 22-ലേക്ക് എത്താൻ പറ്റുമോ ഇല്ലയോ? തീർച്ചയായും 22-ലേക്ക് BJPക്ക് ഒരുപക്ഷെ എത്താൻ സാധിക്കും. പക്ഷേ ശിവസേന ഷിൻഡെ വിഭാഗത്തിനും അജിത് പവാറിന്റെ പാർട്ടിക്ക് ആകെ 5-6 സീറ്റിലാണ് മത്സരിക്കുന്നത്. അവിടെയും താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും കോൺഗ്രസിനും നേട്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസിന് തീർച്ചയായും നേട്ടമാണ്. 1 സീറ്റിൽ നിന്നും 5-6 സീറ്റിലേക്കുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ നേട്ടം തന്നെയാണ്. അപ്പോൾ ഇവിടെ മൈനസ് ആകുന്നില്ലല്ലോ ശ്രീ മോഹൻ ബഗീസ്. അങ്ങനെയാണെങ്കിൽ BJPയുടെ സീറ്റ് ഇവിടെ പോകുന്നില്ല. നമ്മൾ അവസാനം നോക്കേണ്ടത് കഴിഞ്ഞ തവണത്തെ 303-ലേക്ക് BJP എത്തുമോ, അതിൽ എത്ര താഴെ പോകുമോ എന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നത് മോഹൻ ബഗീസ് പറയുന്നത് ഈ ഘടകകക്ഷികൾക്കാണ് ഈ തിരിച്ചടി ഉണ്ടാകുന്നത്. BJPക്ക് മഹാരാഷ്ട്രയിൽ അപ്പോൾ സീറ്റ് കുറയുന്നില്ല താങ്കളുടെ വിലയിരുത്തൽ? BJPയുടെ ശ്രീ മഞ്ജുഷ്, ശ്രീ രഞ്ജിത്ത്, BJPയുടെ സീറ്റുകൾ 22-ലേക്ക് എത്തി നിൽക്കാൻ തന്നെയാണ് സാധ്യത. പക്ഷേ ഘടകകക്ഷികളായ ശിവസേന, അന്നത്തെ ശിവസേന 2ആയി മാറി. അതിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കായിരിക്കും കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടത്. ശരത് പവാറിന്റെ NCPക്കായിരിക്കും കൂടുതൽ സീറ്റ് ലഭിക്കുന്നത്. ഇത് രണ്ടും ഇന്ത്യ മുന്നണിയിലാണ്. അതുകൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണിക്ക് ഒരു 15 മുതൽ 22 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. ശ്രീ N. ശ്രീകുമാർ, അതാണ്, അതായത്